ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർമ്മയോഗിയും പുനരേക്യ പ്രണേതാവുമായ ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് പിതാവിൻ്റെ 71-ാം ഓർമ്മ പെരുന്നാൾ ഇന്ന് ജൂലൈ 15-ന് നാം ആഘോഷിക്കുകയാണല്ലോ. 15 നാൾ നീണ്ടുനിന്ന മാർ ഇവാനിയോസ് അനുസ്മരണ ചിന്തകൾക്ക് നേതൃത്വം നൽകിയ ബത്തേരി രൂപത MCMF അംഗങ്ങളെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് 15 നാൾ അനുസ്മരണ യാത്രയ്ക്ക് സമാപന സന്ദേശം നൽകുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് പിതാവ് നിരന്തരം പ്രാർത്ഥിച്ചിരുന്നത് ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. കർത്താവെ, നിന്നെ സമ്പാദിപ്പാനായി ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെടുത്തുവാൻ അങ്ങ് എന്നെ പഠിപ്പിക്കണമേ. കർത്താവെ, നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്നതിന് വേണ്ടി ഞാൻ എന്നെ അശേഷം വെറുക്കുന്നതിന് എന്നെ പഠിപ്പിക്കണമേ. കർത്താവിനെ സമ്പാദിപ്പാനായി തന്നെ പൂർണ്ണമായി ശൂന്യവത്കരിക്കുവാൻ ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അവിടുന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, ആയതിലേക്കായി തൻ്റെ അജഗണത്തെ ജീവിതം കൊണ്ട് ഒരുക്കുകയാണ് ആ പുണ്യപിതാവ് ചെയ്തത്. അനുഗ്രഹീതനായ മാർ ഇവാനിയോസ് പിതാവിനാൽ ആരംഭം കുറിച്ച എൻ്റെ ഇടവകയിൽ സൺഡേ സ്കൂളിൽ നിന്ന് പിൽക്കാലത്ത് എൻ്റെ വളരെ ചെറുപ്രായത്തിൽ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഒരു കൈപുസ്തകം സമ്മാനമായി ലഭിച്ചത് അഭിമാനത്തോടെ ഞാനിന്ന് അനുസ്മരിക്കുകയാണ്. 8-ാം വയസ്സിൽ ലഭിച്ച ആ പുസ്തകം അന്ന് എനിക്ക് അക്ഷരങ്ങൾ മാത്രമായിരുന്നു. കാലം തെളിയിച്ച് ആ അക്ഷരങ്ങൾക്ക് ജീവനുണ്ട് എന്ന്. ഇന്ന് ആ അക്ഷരങ്ങൾ എഴുന്നേറ്റ് പ്രഘോഷിക്കുവാൻ എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് ഇന്ന് നാം കാണുന്ന മലങ്കര കത്തോലിക്ക സഭയുടെ അതിവേഗ വളർച്ചയുടെ രഹസ്യം. വലിയ ഒരു മാസ്മരിക ശക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക്. അഭിമന്യ പിതാവിൻ്റെ വാക്കുകൾ ജാതിമത ഭേദമന്യേ സ്വീകാര്യതയും ആകർഷണീയതയും നേടിയെടുത്തിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ എന്നെ ഒത്തിരി ആകർഷിച്ച വന്യപിതാവിൻ്റെ ഒരു ചിന്തയാണ് ഒരു നല്ല മനുഷ്യനായും നല്ല വിശ്വാസിയായും വളരുക എന്നത്. ഒരു നല്ല മനുഷ്യനായും നല്ല വിശ്വാസിയായും വളരുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു ചിന്തയാണ്. ഒരു നല്ല മനുഷ്യനായി ഒരു നല്ല വിശ്വാസിയായി വളരുക എന്നതിനെക്കുറിച്ച് ധ്യാനിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്തിരുന്ന വന്യപിതാവ് വിശ്വാസ വഴികളിൽ നമുക്ക് ഉത്തമ മാതൃകയാണ്. വിശ്വാസം ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിന് അടിസ്ഥാനമാണെന്ന് വന്യപിതാവ് വിശ്വസിച്ചു സാക്ഷ്യപ്പെടുത്തി. തികച്ചും വെല്ലുവിളി നിറഞ്ഞ ഈ സമൂഹത്തിൽ ഒരു മനുഷ്യനായും ഒരു വിശ്വാസിയായും വളരുവാൻ പുണ്യപിതാവിൻ്റെ ജീവിതം നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജൂലൈ 1 മുതൽ 14 വരെ തീയതികളിൽ
മാറിവാനിയസ് പിതാവിൻ്റെ ദീപ്തമായ സ്മരണ ചിന്തകളിലൂടെ പങ്കിട്ട് നൽകിയിട്ടുള്ള ബത്തേരി രൂപതയിലെ MCMF അംഗങ്ങളോട് നന്ദി അറിയിച്ചുകൊണ്ട് മാറിവാനിയസ് പിതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.